അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, നമുക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു മുട്ട എടുക്കുക, അതിലോട്ട് ഒരു 1/3 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ബോയിലിംഗ് വാട്ടറിന്റെ പുറത്തെടുത്തിട്ട് 2 മിനിറ്റ് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുക. ബോയിൽ ചെയ്ത് പുറത്തോട്ട് എടുക്കുമ്പോൾ അവനൊരു പെയിൽ യെല്ലോ കളർ ആയിരിക്കണം. എന്നിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ വാനില എക്സ്ട്രാക്ട് ആഡ് ചെയ്യുക. എന്നിട്ട് സീവിലോട്ട് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് നന്നായിട്ട് സീവ് ചെയ്തെടുത്തിട്ട് അവനെ മിക്സ് ചെയ്യുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടണം നമുക്ക്. ഇനി നമ്മൾ 1/4 കപ്പ് പാലിലോട്ട് 1/4 കപ്പ് നെയ്യ് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അവനെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ മിക്സിലോട്ട് അവനെ ആഡ് ചെയ്തിട്ട് നല്ല ക്രീമി കൺസിസ്റ്റൻസി കിട്ടണം അവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള ബേക്കിംഗ് ട്രേ എടുക്കുക. അതിലോട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മിക്സ് ആഡ് ചെയ്യുക. നന്നായിട്ട് ടാപ്പ് ചെയ്ത് ബബിൾ എല്ലാം കളയാം. നമ്മളൊന്ന് ബേക്ക് ചെയ്യാൻ പോകുന്നത് എയർ ഫ്രയറിലാട്ടോ. അപ്പോൾ എയർ ഫ്രയറിൽ 20 മിനിറ്റ് 150 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇനി എയർ ഫ്രയർ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗവിൽ സ്റ്റീം ചെയ്തോ അവനിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ദാറ്റ്സ് ഓൾ, നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമന്റ്സിൽ റിവ്യൂ പറയാം. സോഫ്റ്റ് ആണ്, വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.